സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ച ആഘോഷ വിവാഹത്തിനു ശേഷം യാത്രയിലാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും. 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്ന് റോബിൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ആദ്യ യാത്ര അസർബൈജാനിലേക്കായിരുന്നു. അസർബൈജാനിൽ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും റോബിനും ആരതിയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കിട്ടിരുന്നു. ഇതിൽ അസർബൈജാനിലെ മഞ്ഞുമഴ ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന ആരതി പൊടിയുടെ വീഡിയോയോടൊപ്പം റോബിൻ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. തന്റെ ജീവിതത്തിനും പ്രണയത്തിനും അർത്ഥമുണ്ടായത് ആരതിയുടെ വരവോടെയാണ്. മഞ്ഞു പെയ്യുന്നത് കാണുകയെന്നത് ആരതിയുടെ വലിയ ആഗ്രഹമായിരുന്നു. മഞ്ഞു പെയ്യുന്നത് കാണണമെന്നുള്ളത് ഇന്നവൾ ഈ മഞ്ഞിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കളിക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്രമാത്രമെന്ന് എന്റെ കണ്ണുകൾ ഈറെ നനഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്ന് അവളുടെ സന്തോഷത്തോടൊപ്പം ഞാനും ഏറെ സന്തോഷവാനാണ്. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിൽ കൂടി ഞാൻ അനുഭവിച്ചത് മനോഹരമായ നിമിഷങ്ങളാണ്, ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ. നിന്നോളം പ്രിയപ്പെട്ടതായി ഒന്നും എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാനില്ല പൊടി. ഇതാണ് റോബിൻ പങ്കുവച്ച കുറിപ്പ്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു. മിറാക്കിൾ. ലവ് യു റോബിൻ ചേട്ടാ എന്ന് ആരതി അതിനു മറുപടിയുമായി എത്തി. പോസ്റ്റിന് താഴെ കമന്റുമായി നിരവധി പേര് എത്തുകയും ചെയ്തു. റോബിന്റെയും പൊടിയുടെയും സ്നേഹം കണ്ട് സന്തോഷം അറിയിക്കുകയാണ് ആരാധകർ. അതിൽ ക്യാൻസർ ബാധിതയായ ഒരു യുവതി കമന്റ് ചെയ്തതാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഗംഭീര വാക്കുകൾ. ഈ ക്യാൻസർ കിടക്കയിൽ നിന്ന് ഇത് വായിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞുപോയി. പ്രണയത്തേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല എന്നായിരുന്നു ആ കമന്റ്. ഇതിന് റോബിൻ ചേച്ചി എന്ന് വിളിച്ചാണ് മറുപടി നൽകിയത്. കൂടാതെ റോബിന്റെ അടുത്ത വീഡിയോയും എത്തി. അസർബൈജാനിലെ എയർപോർട്ടിലിരുന്നു കൊണ്ടെടുത്ത വീഡിയോയിൽ ആരതിയും റോബിനൊപ്പമുണ്ട്. ഹണിമൂണിന് അസർബൈജാൻ സജസ്റ്റ് ചെയ്ത തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് റോബിൻ സംസാരിക്കുന്നത്. നാട്ടിലേക്ക് തിരിക്കുന്ന ദമ്പതികൾ തങ്ങളുടെ അടുത്ത യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. വരുന്ന മാർച്ച് 15-ന് സിംഗപ്പൂരിലേക്കാണ് തങ്ങളുടെ അടുത്ത യാത്രയെന്നാണ് റോബിൻ അറിയിച്ചിരിക്കുന്നത്. തങ്ങളുടെ വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും സ്നേഹം അറിയിച്ച ആരാധകർക്കും റോബിനും ആരതിയും വീഡിയോയിലൂടെ നന്ദി അറിയിച്ചു.